പൂവൻ പഴം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരം. രൂപാന്തരം പി ഉദയഭാനു. നിർവഹണം അശോക് കുമാർ. ജമീല ബീബി ബിഎക്കാരിയാണ്. അബ്ദുൽ ഖാദർ സ്കൂൾ ഫൈനൽ വരെയേ പഠിച്ചിട്ടുള്ളൂ. കഥ നടക്കുന്ന കാലത്തെ നാട്ടുനടപ്പനുസരിച്ച് ബിഎക്കാരിയെ സ്കൂൾ ഫൈനലുകാരൻ കെട്ടാൻ പാടില്ല എന്നാണ്. അബ്ദുൽ ഖാദർ ജമീല ബീബിയെ കെട്ടിയതല്ല, യുദ്ധം ചെയ്ത് നേടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അബ്ദുൽ ഖാദർ ബീഡി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയും നല്ല ഒരു ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു. 4th ഫോറം മുതൽ സ്കൂൾ ഫൈനൽ വരെ ജമീല ബീബിയും ഒരുമിച്ച് പഠിച്ചുവെന്നും 4th മുതൽക്കേ ജമീല ബീബിയിൽ അനുരക്തനായിരുന്നു എന്നും അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുണ്ട്. ജമീല ബീബി പറയുന്നത് അത് പച്ചക്കള്ളമാണെന്നാണ്. ജമീല ബീബിയുടെ ബാപ്പ ബീഡി ഫാക്ടറി ഉടമയാണ്. കയ്യിൽ ധാരാളം പണം. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജമീല ബീബിയിൽ അനുരക്തരുമാണ്. ജമീല ബീബിയുടെ ഹൃദയത്തിന് നേരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അബ്ദുൽ ഖാദർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റൊരു വിധത്തിലാണ് നീങ്ങിയത്. ഒരു ദിവസം ജമീല ബീവി ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ അബ്ദുൽ ഖാദർ തടഞ്ഞു നിർത്തി. ജമീല ബീബി എന്നല്ലേ പേര്? അറിഞ്ഞിട്ടെന്താ കാര്യം? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ ആരാണെന്നറിയോ? നിങ്ങൾ ആരാണെന്ന് ഞാൻ എന്തിനറിയണം? അറിയണല്ലോ. ഞാൻ ആരാണെന്ന് ജമീല ബീബി അറിയണമല്ലോ. ജമീല ബീബിയുടെ ബാപ്പയുടെ ബീഡി ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ 120 തൊഴിലാളികളുണ്ട്. അവരുടെ യൂണിയന്റെ സെക്രട്ടറിയാണ് ഞാൻ. പേര് അബ്ദുൽ ഖാദർ. ടൗണിലെ കേടിയാണെന്ന് കേട്ടിട്ടുണ്ട്. വളരെ സന്തോഷം. ഞങ്ങൾ ബീഡി ഫാക്ടറിയിലെ തൊഴിലാളികൾ പണിമുടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഫാക്ടറി ഞങ്ങൾ പൂട്ടിക്കും. ഫാക്ടറി പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്ന കാര്യം എന്നോട് എന്തിനാ പറയുന്നത്? ബാപ്പയോട് ചെന്ന് പറയൂ. അങ്ങനെയല്ലല്ലോ, ഇത് ജമീല ബീവിയോട് പറയാൻ പ്രത്യേക കാരണമുണ്ട്. എന്നോട് പറയാൻ എന്ത് കാരണം? ഞാൻ ജമീല ബീവിയെ ഗാഢമായി സ്നേഹിക്കുന്നു. ഓഹോ, സന്തോഷം. വേറെ എന്തുണ്ട് വിശേഷം? വിശേഷം കേൾക്കണോ? ജമീല, നീ എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ഓ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അടിച്ചു നിന്റെ എല്ലൊടിക്കും. ഓ, പിന്നെ ജമീല, എന്റെ ജീവിതം നീ പാഴാക്കരുത്. ഞാൻ നിന്നെ ഗാഢമായി സ്നേഹിക്കുന്നു. നിന്റെ വസ്ത്രങ്ങൾ സ്നേഹിക്കുന്നു. നിന്റെ ഓരോ ഇഞ്ചും ഞാൻ സ്നേഹിക്കുന്നു. നീ നടക്കുന്ന ഈ ഇടവഴിയെ പോലും സ്നേഹിക്കുന്നു. ഓഹോ, രോഗം കൊള്ളാമല്ലോ. കാണുന്ന യുവതികളെല്ലാം ഇങ്ങനെ വഴിക്ക് തടഞ്ഞു നിർത്തി പ്രേമപ്രസംഗം ചെയ്യാറുണ്ടല്ലേ? അയ്യോയ്യോ, അങ്ങനെയൊന്നും പറയല്ല എന്റെ ജമീല ബീവി. നിന്നോടല്ലാതെ വേറൊരു പെണ്ണിനോട് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല, നോക്കിയിട്ട് പോലുമില്ല. ജമീല, ഇനി ഞാൻ മിണ്ടുകയുമില്ല, നോക്കുകയുമില്ല. നീ എന്റെ കണ്ണാണ് ജമീല, കണ്ണിലെ കാഴ്ചയാണ്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ എനിക്ക് നീയും, നിനക്ക് ഞാനും. വളരെ വളരെ സന്തോഷം. ഞാൻ പോട്ടെ, വഴിന്ന് മാറൂ. അങ്ങനെ ആദ്യത്തെ ആ കൂടിക്കാഴ്ച ശുഭപര്യവസായിയായി അവസാനിച്ചു. തുടർന്നാണ് അബ്ദുൽ ഖാദർ യുദ്ധം തുടങ്ങിയത്. വാക്കുതർക്കങ്ങൾ, വീട്ടുകാരെതിര്, നാട്ടുകാരെതിര്, പണിമുടക്ക്, ബഹളം, ആകപ്പാട് കലാപം. ഒടുവിൽ യുദ്ധത്തിൽ അബ്ദുൽ ഖാദർ ജയിച്ചു. ജമീല ബീബിയെ അബ്ദുൽ ഖാദർ സാഹിബ് കല്യാണം കഴിച്ചു. അങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞു വരുന്ന കാലത്താണ് അത് സംഭവിച്ചത്. ഇന്നലെ നല്ല മഴ പെയ്തു. നദിയിൽ വെള്ളം പൊങ്ങിക്കാണും. പോയൊന്ന് കാണാം. കുളിയും കഴിഞ്ഞ് തിരിച്ചു പോരാമല്ലോ.
ജമീല, എന്റെ തോർത്തെടുക്ക്. കടവത്ത് പോയി ഒന്ന് കുളിച്ചു വരാം. ഇതാ തോർത്തുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പ്രിയപ്പെട്ട ജമീല ബീബി കാര്യം? ഞാൻ ഷർട്ടിട്ടിട്ടേ പുറത്തിറങ്ങാവൂ എന്ന് പറയാനല്ലേ? വഴിയിൽ വെച്ച് അലവലാദികളോട് സംസാരിക്കരുത്. ബീഡിത്തെറുപ്പുകാർ, കവികൾ, ചുമട്ടുകാർ, രാഷ്ട്രീയ പ്രവർത്തകർ, മോട്ടോർ ഡ്രൈവർമാർ, റിക്ഷവണ്ടിക്കാർ എന്നിവരോടൊന്നും സമന്മാരോടെന്ന പോലെ പെരുമാറരുത്. പിന്നെ വീട്ടിൽ വേലക്കാരി നിർത്തണം എന്നിങ്ങനെയൊക്കെ ഉപദേശിക്കാനല്ലേ? ഓ, ഇത് പിന്നെ ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ അതൊന്നും അല്ലെന്നേ, മറ്റൊരു വിശേഷപ്പെട്ട കാര്യമാ. ഓ, മനസ്സിലായി. അബ്ദുൽ ഖാദർ സാഹിബ് മാന്യനാകണം, ഒരു നല്ല സ്ഥിതിയിൽ ജീവിക്കണം, ജെന്റിൽമേനാകണം. ഏത് സ്ത്രീയും ഏത് പുരുഷനെയും കല്യാണം കഴിക്കുന്നതിന്റെ ഉദ്ദേശം ആ പുരുഷനെ നന്നാക്കാനാണല്ലോ. നിന്റെ ഉദ്ദേശം കൊള്ളാം. ഏതായാലും പറഞ്ഞു തുലക്കി. ഓ, എന്നെ പറയാൻ അനുവദിക്കുകയില്ല, പറഞ്ഞാലോട്ട് കേക്കത്തുമില്ല. ഇതെന്തൊരു മാതിരിയാ? എന്റെ ജമീല, ഞാൻ എല്ലാം കേൾക്കാനും അനുസരിക്കാനും തയ്യാർ. ഇനി എന്താ വിശേഷം? അതെ, പിന്നെ എന്താ ബീബി? ഓ, അരിവെപ്പുകാരിയുടെ പ്രശ്നമാണോ? അതൊന്നും അല്ല. പിന്നെ ഞാൻ BA പാസ്സായത് അടുക്കളക്കാരി ആവാനാണല്ലോ. ഓ, എന്റെ മുത്തു ബീബിയല്ലേ, നാളെ മുതൽ അടുക്കളയിൽ കയറണ്ട. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കും. ഈ അബ്ദുൽ ഖാദർ സാഹിബ് സ്വന്തം കൈകൊണ്ടുണ്ടാക്കും. ഓക്കെ, ഇന്നുകൂടി ബീബി ഒന്ന് ക്ഷമിക്കേ. ഓ, ചുമ്മാ വല്ലതും പറയല്ലേ. പിന്നെ എന്തിനാ എന്നെ ഇപ്പോഴും ഇങ്ങോട്ട് വിളിച്ചത്? പിന്നെ പൂവൻപഴം. പൂവൻപഴമോ? എന്ത് പൂവൻപഴം? നേരെ ചൊവ്വ പറയണ്ട കരളെ. അത് തന്നെ, പൂവൻപഴം. കുളി കഴിഞ്ഞു വരുമ്പോ 2 പൂവൻപഴം വാങ്ങിക്കൊണ്ടുവരുമോ? അതിനെന്താ, കൊണ്ടുവരാലോ. പൂവൻപഴത്തിന് എന്ത് പ്രയാസം? നിസ്സാര കാര്യമല്ലേ. കൊണ്ടുവരാം. നോക്ക്, പുഴവക്കത്തുള്ള ആ പീടികയിലുണ്ട്. അവിടെ ഇല്ലെങ്കിൽ കടത്തുവഞ്ചിയിൽ കയറി അക്കരെ ചെന്ന് 2 ഫർലാങ് നടന്നാൽ ബസാറിൽ നിന്നും വാങ്ങാം. നിസ്സാരം, വളരെ നിസ്സാരം എന്റെ ജമീല. എന്തിനാ 2 എണ്ണമാക്കുന്നത്? ഒരു കുല പൂവൻപഴം തന്നെ ആയിക്കോട്ടെ. ഈ അബ്ദുൽ ഖാദർ സാഹിബ് കൊണ്ടുവരും. വേണ്ട, എനിക്ക് 2 എണ്ണം മതി. ദേ, കണ്ടെടുത്തെല്ലാം അലഞ്ഞു നടക്കരുത്. വേഗം ഇങ്ങു പോരണം. സന്ധ്യയാകാൻ കാക്കരുത് കേട്ടോ. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാണ്. വേഗം വരണം കേട്ടോ. ഓ, അല്ലെങ്കിൽ ഞാൻ കണ്ടിടത്തൊക്കെ അലഞ്ഞിറക്കുകയല്ലേ. വെറുതെ അതും ഇതും പറഞ്ഞ എന്റെ ജമീല ബീബി. നോക്ക്, പറഞ്ഞതുപോലെ പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ച് 2 പൂവമ്പഴവും വാങ്ങി ഖാദർ സാഹിബ് ഇതാ വന്നു കഴിഞ്ഞു. പോയി വരട്ടെ. അബ്ദുൽ ഖാദർ സാഹിബ് കടവത്തേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് അദ്ദേഹം ചിന്തിച്ചു, ഗാഠഗാഠം ചിന്തിച്ചു. എന്റെ ജമീല ബീവി പാവം. വേറെ പെണ്ണുങ്ങളാണെങ്കിലോ, യാ റബ്ബുൽ ആലമീൻ, എന്തെല്ലാം കുശാന്തങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്. പൊന്നു വേണം, പട്ടു വേണം, വള വേണം, കാറ് വേണം, അങ്ങനെ. ചില പെണ്ണുങ്ങളോ, അതോ കാട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന പെൺസിംഹത്തിന്റെ മീശരോമം, അല്ലെങ്കിലോ എവറസ്റ്റ് കൊടുമുടിയുടെ ഉച്ചിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മഞ്ഞുകട്ട. കൊണ്ട് കൊടുത്തില്ലെങ്കിലോ നിറഞ്ഞ കണ്ണുകളോടെ ഗദ്ഗതം. ഓ, ഒരു നുണങ്ങിയ കഷ്ണം മഞ്ഞുകട്ട വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരാത്ത ആളല്ലേ, എന്നെ അങ്ങ് കൊന്നുകൂടെ? ഓ, ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം, യാ റബ്ബുൽ ആലമീൻ. ഏതായാലും കുളി കഴിഞ്ഞു പോരുമ്പോ ഒരു കുല പൂവൻ പഴം തന്നെ വാങ്ങണം. അങ്ങനെ അബ്ദുൽ ഖാദർ നദിക്കരയിലെത്തി. നദി കാവി നിറമുള്ള ഒരു സമുദ്രമായിരിക്കുന്നു. എന്തൊരൊഴുക്ക്! ഇരു കരകളിലും വെള്ളത്തിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന വൃക്ഷങ്ങളൊന്നും കാണാനില്ല. എന്തെല്ലാം സാധനങ്ങളാണ് ഒഴുകിപ്പോകുന്നത്.
നദി ആകെ കൂടി ഭയാനകമായിരിക്കുന്നു. അബ്ദുൽ ഖാദർ സാഹിബ് നദിയിലിറങ്ങി കുളിച്ചു. എന്നുവച്ചാൽ ഒന്ന് മുങ്ങി എന്ന് മാത്രം. വേഗത്തിൽ കരയ്ക്ക് കയറി കടവിലെ കടയിലേക്ക് ഓടി. പൂവമ്പഴല്ലേ, ഒരു കൊല തന്നെ പോരട്ടെ. പൂവമ്പഴം ഇല്ലല്ലോ. പാളയംകോടനുണ്ട്, കണ്ണമ്പഴമുണ്ട്, പടറ്റിയുണ്ട്. എടുക്കട്ടെ? വേണ്ട 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 വേണ്ട, പൂവമ്പഴം തന്നെ വേണം. അതിനിപ്പോ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ശരി, നമ്മൾ അക്കരെ ചെന്ന് വാങ്ങിച്ചോളാം. വഞ്ചിപ്പൊത്തൂലേ? ഇപ്പൊ എത്തുമല്ലോ. ഏതായാലും പൂവമ്പഴം തന്നെ വേണം. ഞങ്ങൾ അക്കരെ പോയിട്ട് പൂവമ്പഴം വാങ്ങി ഉടനെ ഇങ്ങോട്ടെത്തും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി. കനത്ത മഴയിൽ കൂലം കുത്തി ഒഴുകുന്ന നദിയിലൂടെ ഒരു കടുത്തു വഞ്ചിയിലേറി അബ്ദുൽ ഖാദർ സാഹിബ് മറുകരയിലെത്തി. കരയിലെത്തിയ ഉടൻ സാഹിബ് ഓടുകയായിരുന്നു. ഓടിയാണ് ബസാറിൽ ചെന്നത്. നേരം സന്ധ്യയായിരുന്നു. കടകളിലെല്ലാം വിളക്ക് തെളിഞ്ഞു. മഴ ഒന്ന് മാറട്ടെ എന്ന് കരുതി പഴയ ചില ചങ്ങാതിമാരോട് വർത്തമാനം പറഞ്ഞ് മൂപ്പരങ്ങനെ നിന്നു. നേരം പോയതറിഞ്ഞില്ല. പിന്നെ നോക്കിയപ്പോഴോ മണി 8 മൂപ്പർക്ക് പരിഭ്രമമായി. ജമീല ബീവി രാത്രി ഒറ്റയ്ക്കിരുന്ന് പേടിക്കും. മൂപ്പർ ഇറങ്ങി എല്ലാ കടകളിലും അന്വേഷിച്ചു. അത്ഭുതം, ഒരിടത്തും പൂവൻ പഴം മാത്രമില്ല. എന്താ ചെയ്യുക? വളരെ നിരാശ തോന്നി. അള്ളന്റെ റബ്ബേ, ഇനിയിപ്പോ എന്താ ചെയ്യ? ജമീല ബീവി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? നാട്ടിൽ കിട്ടാത്ത കുന്താണ് ഈ പൂവമ്പഴെന്ന് ഞാൻ അറിഞ്ഞു. എന്തെങ്കിലും ആവട്ടെ. ഒന്നും വാങ്ങാതെ ചെന്നാൽ ആകെ കുലുമാലാകും. കുറച്ചോറഞ്ച് വാങ്ങാം. പൂവമ്പഴത്തേക്കാൾ നല്ലതല്ലേ മധുരനാരങ്ങ? ഏതായാലും ഓറഞ്ച് വാങ്ങാം. അങ്ങനെ അബ്ദുൽ ഖാദർ സാഹിബ് അങ്ങാടിയിൽ നിന്ന് 1 ഡസൻ ഓറഞ്ച് വാങ്ങി കടവത്ത് വന്നു. മഴയും നല്ല ഇരുട്ടും. ഒരിടത്തും വെളിച്ചമില്ല. മൂപ്പർ 10-20 പ്രാവശ്യം വഞ്ചിക്കാരനെ വിളിച്ചു കൂവി നോക്കി. ആര് കേൾക്കാൻ? ഒടുവിൽ മൂപ്പർ തീരുമാനിച്ചു, നീന്തുക തന്നെ. നീന്തി മറുകര പറ്റാം. അല്ലെങ്കിൽ ജമീല ബീവി തനിച്ചല്ലേ? തോർത്തിൽ നാരങ്ങ കെട്ടി തലയിൽ വെച്ചു. അതിന്റെ 2 തുമ്പും താടിയിൽ ബലമായി കെട്ടി. ഷർട്ടും മുണ്ടും അഴിച്ച് നാരങ്ങയുടെ പുറമെ തലയിൽ കെട്ടി. അങ്ങനെ യാറബുൽ ആലമീനായ തമ്പുരാനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം നദിയിലിറങ്ങി നീന്താൻ തുടങ്ങി. അങ്ങനെ ഇതാ അബ്ദുൽ ഖാദർ സാഹിബ് ജമീല ബീവിക്ക് വേണ്ടി നദി നീന്തി കടന്ന് പൂവൻപഴവുമായി വന്നിരിക്കുന്നു. സ്നേഹമുള്ളവൻ തന്നെ. ഉറങ്ങിയിട്ടില്ലല്ലോ. വിളക്ക് കത്തുന്നുണ്ട്. ജനലിലൂടെ ജമീലയെ കാണാം. വിളിച്ചാലോ? വിളിച്ചു നോക്കാം. അല്ലെങ്കിൽ ഒരു തോർത്തൊടുത്തു വന്നിട്ട് വിളിക്കാം. അങ്ങനെ വിചാരിച്ച് അബ്ദുൽ ഖാദർ സാഹിബ് വരാന്തയിലേക്ക് കയറി. അപ്പോ കണ്ടതോ, അദ്ദേഹം ചിരിച്ചുപോയി. ജമീല ബീവി കസേരയിൽ ഇരുന്ന് മേശപ്പുറത്ത് തലവെച്ചുറങ്ങുകയാണ്. ചോറും കറികളും വിളമ്പി അടച്ചുവെച്ച പാത്രങ്ങളും മേശപ്പുറത്തുണ്ട്. ജമീല ബീവിയുടെ കയ്യിലോ ഭയങ്കരനായ ഒരു വെട്ടുകത്തി. വിശേഷം വേറെയുമുണ്ട്. വാതിലകത്തു നിന്നും സാക്ഷിയിട്ടിട്ടുണ്ട്. എങ്കിലും കള്ളന്മാര് പേടിച്ചാവാം. ഒരു മേശ വലിച്ച് വാതിൽ ചേർത്ത് വച്ചിരിക്കുന്നു. മേശയ്ക്ക് ഖനം പോരാഞ്ഞിട്ടെന്നോണം മേശപ്പുറത്ത് ഒരു തലയിണയുമുണ്ട്. അബ്ദുൽ ഖാദർ സാഹിബ് വരാന്തയിൽ കയറി തല നന്നായി തോർത്തുമുണ്ടെടുത്തു. ഇനി ജമീല ബീബിയെ വിളിക്കാം എന്ന് കരുതി. അപ്പോഴോ അത് കൊള്ളാമല്ലോ.
ഇതെങ്ങനെ? അടുക്കളവാതിലൂടെ പിന്നിലെ മുറ്റത്ത് വെളിച്ചം വീഴുന്നുണ്ടല്ലോ. നോക്കട്ടെ. ഓ, അടുക്കളവാതിൽ അടച്ചിട്ടില്ലല്ലോ. പരിഭ്രമത്തിനിടയ്ക്ക് ബീവി അത് മറന്നുപോയിരിക്കുന്നു. ലോകത്തുള്ള സകല കള്ളന്മാർക്കും ഘോഷയാത്രയായി നിർബാധം അകത്ത് കിടക്കാം. ഏതായാലും ഇതുവഴി അകത്ത് കിടക്കുക തന്നെ. അങ്ങനെ അബ്ദുൽ ഖാദർ സാഹിബ് അടുക്കള വാതിലിലൂടെ അകത്തു കടന്നു. മുടി ചീകി വസ്ത്രങ്ങൾ മാറ്റി നാരങ്ങ മുറിയിൽ വെച്ചു. ഇനി ജമീല ബീബിയെ വിളിച്ചുണർത്താം എന്ന് കരുതിയപ്പോൾ നിസ്കാരത്തിന്റെ കാര്യം ഓർമ്മ വന്നു. മഗ്രിബും ഇഷായും നിസ്കരിച്ചിട്ടില്ല. അത് നടത്തിക്കളയാം. നിസ്കരിച്ചു. തന്റെ ജീവൻ രക്ഷിച്ചതിന് റബ്ബുൽ ആലമീനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതും കഴിഞ്ഞാണ് മൂപ്പർ ഓറഞ്ച് 2 പാത്രങ്ങളിലാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചത്. മഹാറാണി, എന്താ? ആരാത്? വെട്ടരുത്, ഇവനെ വെട്ടരുത്. കള്ളനല്ല. ഈ നിൽക്കുന്നത് സാധുവും ബുദ്ധിഹീനനുമായ സാക്ഷാൽ അബ്ദുൽ ഖാദറാണ്. കണ്ടെടുത്തെല്ലാം അലഞ്ഞു നടന്നിട്ട് വന്നു അല്ലേ? എങ്ങനെ ഇതിനകത്ത് കടന്നു? ഈ പയ്യൻ വരുമ്പോൾ വാതിലുകളായ വാതിലുകളെല്ലാം താനേ തുറക്കപ്പെടും. ഹൃദയങ്ങളായ ഹൃദയങ്ങളെല്ലാം താനേ. എന്ത് മണ്ടത്തരമാ പറയുന്നേ? ഇതിനകത്ത് എങ്ങനെ കടന്നുവെന്നാണ് ചോദിച്ചത്. പറയട്ടെ, സത്യം പറയട്ടെ. പിന്നെന്താ? വാതിൽ തല്ലിപ്പൊളിച്ചോ? അല്ലല്ലോ. സാധുവായ ഞാൻ എന്തിന് വാതിൽ തല്ലിപ്പൊളിക്കണം? അടുക്കള വാതിൽ വഴി കിടക്കാമല്ലോ. കമ്പിട്ട് സാക്ഷ്യം നീക്കി തുറന്നു അല്ലേ? എന്റെ റബ്ബേ, വല്ല കള്ളന്മാരും അത് കണ്ടെങ്കിലോ? ഇനി അവരും കയറും. അയ്യോ, എങ്ങനെ ഈ വീട്ടിൽ ഇനി മനസമാധാനത്തോടെ താമസിക്കും? എടി മണ്ടി ജമീല, നീ വാതിലടച്ചിട്ടില്ലായിരുന്നു. ദേ, എന്നെ അങ്ങനെ കൊച്ചാക്കാതെ. വാതിലടയ്ക്കാതെ കിടക്കാൻ എനിക്കെന്താ വട്ടാണോ? നിന്നെ ഞാൻ എന്തു പറഞ്ഞാ വിശ്വസിപ്പിക്കേണ്ടത്? നോക്ക്, നീ അടുക്കള വാതിൽ അടയ്ക്കാൻ മറന്നുപോയിരിക്കുന്നു. അതൊന്നും സാരമില്ല, ഞാൻ വന്നല്ലോ. ആട്ടെ, നീ നിസ്കരിച്ചോ? നിസ്കരിച്ചല്ലോ. എന്താ? ഇതെന്താ? ഓറഞ്ചോ? ഇതെന്തിനാ? ആര് പറഞ്ഞു ഓറഞ്ച് വാങ്ങാൻ? എന്റെ പൊന്ന് കരളെ, പൂവമ്പഴം ഒരിടത്തുമില്ല. ഇത് തന്നെ കിട്ടിയത് വളരെ വിഷമിച്ചാണ്. ഞാനൊന്നും പറഞ്ഞില്ല. വാ, കൈ കഴുകി ഊണ് കഴിക്കാം. എന്നാൽ ഊണ് കഴിക്കാം. ഊണ് കഴിഞ്ഞതിന് ശേഷം ജമീല ബീവി ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞു. ഞാൻ ഉറങ്ങാൻ പോകുന്നു. അങ്ങനെ അങ്ങ് ഉറങ്ങിക്കളയാതെ ഓറഞ്ച് തിന്നിട്ട് ഉറങ്ങാം. എനിക്ക് ഓറഞ്ച് വേണ്ട. ജമീല, ഇങ്ങോട്ട് നോക്ക്. നല്ല ഓറഞ്ചാണ്. പൂവമ്പഴം എങ്ങുമില്ല. നോക്ക്, ഞാൻ മലവെള്ളം നീന്തിക്കൊണ്ട് വന്നതാണ്. വെറുതെ നുണയൊന്നും പറയണ്ട. എനിക്ക് മധുരനാരങ്ങ ഇഷ്ടമല്ല. കൊണ്ടുവന്നവർ തന്നെ തിന്നോളൂ. അത് ശരി. നീ നാരങ്ങ തിന്നാതെ കിടന്നുറങ്ങുന്നത് എനിക്കൊന്ന് കാണണല്ലോ. ജമീല, നീ ഇങ്ങോട്ട് വാ. ഇവിടെ വരാൻ മനസ്സില്ലേ? അത് കൊള്ളാലോ. ഓറഞ്ച് തിന്നാൻ മനസ്സില്ലെന്നോ? ജമീല, എന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ജമീല, ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. നോക്ക്, ഞാൻ പുഴവെള്ളം കുടിച്ച് മരിച്ചു പോയിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞത് പൂവമ്പഴം വാങ്ങാനല്ലേ? എന്റെ ജമീല, പൂവമ്പഴം നാട്ടിലെങ്ങുമില്ല. എന്റെ റബ്ബേ, നോക്ക്, നാളെ എവിടുന്നെങ്കിലും ഞാൻ കുറച്ച് വാഴത്തൈകൾ കൊണ്ടുവരാം. എന്നിട്ടതെല്ലാം കുലച്ച് പഴുത്ത് പഴം തിന്നാല്ലേ? അങ്ങനെ തന്നെ. ആട്ടെ, ഈ ഓറഞ്ച് തിന്ന്. നല്ല വിറ്റാമിൻ ഉള്ളതാണ്. എനിക്ക് വേണ്ട. നീ തിന്നേ തീരൂ. തിന്നില്ലേ തല്ലി തീറ്റുവോ? എന്നാലേ തല്ലി തീറ്റുക തന്നെ ചെയ്യും. പിന്നെ എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. വേണ്ട വേണ്ട ജമീല, വേണ്ട. ഞാൻ വടിയെടുക്കും കേട്ടോ. അയ്യോ, ഞാൻ വടിയെടുക്കും. ഇതാ, ഇത് കണ്ടോ? അയ്യോ, ഇത് കണ്ടോന്ന്? എണീക്ക്, എണീക്ക്, എണീക്കാൻ. മനസ്സില്ല എനിക്ക്. മനസ്സില്ലേ ജമീല?
ഇതാ അങ്ങോട്ട് നോക്ക്. എന്റെ ഇടത് കയ്യിൽ എന്താണ്? വെട്ടുകത്തി. ആ, വലത് കയ്യിലോ? മുട്ടൻ വടി. ഇനി പറയ്, നീ ഓറഞ്ച് തിന്നൂലേ? ഇല്ല, എനിക്ക് മനസ്സില്ല. എന്നാ ജമീല ബീബി ഓറഞ്ച് തിന്നും. കാണണോ? അനക്ക് കാണണോന്ന്? അയ്യോ അയ്യോ, എന്നെ തല്ലരുത്. അയ്യോ അങ്ങനെ വഴിക്ക് വാ. അടുത്തത് വെട്ടാണ്. വെട്ടുകത്തി കൊണ്ട്. എന്നെ കൊല്ലാൻ പോവുകയാണോ? അതെ, നിന്നറുത്ത് ചെറിയ കഷണങ്ങളാക്കി ബിരിയാണി വെക്കാൻ പോകുന്നു. ഇങ്ങോട്ട് വാ. ഇരിക്കടി അവിടെ. പോരാ, എടുത്ത് തിന്ന്. ഓരോന്നോരോന്നായിട്ട് എനിക്ക് ഒരല്ലി മതി. പോരാ, മുഴുവനും തിന്നണം. തിന്നടി, മുഴുവൻ തിന്നണല്ലേ പറഞ്ഞ്. തിന്നോളാം. എന്നാ തിന്ന്. ഓരോന്നായി അങ്ങനെ തന്നെ പതുക്കെ കുരുവൊക്കെ കളഞ്ഞ് സാവധാനം തിന്ന്. തിന്നടി, അങ്ങനെ തന്നെ. അനി ആ കുരുവൊക്കെ ഒന്നോട് പുറത്തേക്ക് കളയും. ഈ എടുത്ത് വായിലോട്ട് വെക്ക്. അങ്ങനെ തന്നെ. ചവച്ചോ. അങ്ങനെ തന്നെ. ഇറക്കിയില്ലേ? രണ്ടാമത്തത് എടുക്ക്. എടുക്കാൻ പറഞ്ഞു. എടുക്ക്. തിന്നോ. ജമീല, ഞാൻ നിന്റെ ആരാ? വെട്ടുകത്തിയാണ് എന്റെ കയ്യിൽ. നിന്റെ ആരാണ് ഞാൻ? ഭർത്താവ്. ജമീല, പൊന്നു കരളെ, നീ തിന്നുന്നത് എന്താണ്? ഓറഞ്ച്. അല്ല, പൂവൻ പഴം. അല്ല, ഓറഞ്ച്. ഇതാ വെട്ടുകത്തി കണ്ടോ? നീ തിന്നുന്നതേ പൂവൻ പഴം. പൂവൻ പഴം. എന്റെ പൊന്നു കരളല്ലേ, നിനക്ക് അരിവെപ്പുകാരി വേണോ? വേണ്ടാന്ന് പറയടി. എനിക്ക് വേണ്ട. കരളെ, മോട്ടോർ ഡ്രൈവർമാർ, റിക്ഷ വണ്ടിക്കാർ, കവികൾ, ചുമട്ടുകാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, ബീഡി തെറുപ്പുകാർ തുടങ്ങിയവരോടൊക്കെ സമത്വത്തിൽ വർത്തിക്കാമോ എനിക്ക്? വെട്ടുകത്തി കണ്ടോ? വർത്തിക്കാമെന്ന് പറയടി. വർത്തിക്കാം. കരളല്ലേ ജമീല, നീ ഇപ്പൊ തിന്നുന്നത് എന്താടി? പൂവൻ പഴം. എന്റെ കരളെ, കരളിന് നൊന്തോ? ഇല്ല. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, കാലം അങ്ങനെ കഴിഞ്ഞു. നദിയിൽ അനേകം തവണ വെള്ളപ്പൊക്കമുണ്ടായി. ലോകത്തിൽ പല മാറ്റങ്ങളുമുണ്ടായി. കിരീടങ്ങളും ചെങ്കോലുകളും സിംഹാസനങ്ങളും പറന്നു. പുതിയ ആശയങ്ങൾക്ക് ആധിപത്യം കെട്ടി. മനുഷ്യ സമുദായം വളരെ പുരോഗമിച്ചു. ജമീല ബീവിക്ക് 9 മക്കളുണ്ടായി. അബ്ദുൽ ഖാദർ സാഹിബിനും ജമീല ബീവിക്കും വളരെ വയസ്സായി. പല്ലൊക്കെ പോയി. രണ്ടുപേരും നരച്ചു കൂനി. പടുകിഴവനും കിഴവിയും. മക്കളും മക്കളുടെ മക്കളുമായി അങ്ങനെ സുഖമായി കഴിയുകയാണെങ്കിലും പഴയ സംഗതികളിൽ ചിലതെങ്കിലും ഓർക്കാതിരിക്കുമോ? അബ്ദുൽ ഖാദർ സാഹിബ് ചിരിച്ചുകൊണ്ട് ജമീല ബീവിയോട് ചോദിക്കും, പണ്ട് നീ പൂവമ്പഴം വേണമെന്ന് പറഞ്ഞപ്പോ രാത്രി പുഴ നീതി ഞാൻ എന്താ കൊണ്ടുവന്നത്? പൂവൻ പഴം. അതെങ്ങനെ ഇരുന്നു? ഓറഞ്ച് പോലെ.
പൂവൻപഴം. നിങ്ങൾ കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരം. രൂപാന്തരം പി. ഉദയഭാനു. നിർവഹണം അശോക് കുമാർ. ശബ്ദങ്ങൾ ടി. പി. വിജയകുമാർ, റെനി മാത്യു, ഒപ്പം നിലയാംഗങ്ങൾ